ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ KSRTCയുടെ സൗജന്യ യാത്രയും അതിനോടനുബന്ധിച്ചുള്ള അതിൻ്റെ വിജയസാധ്യതയും എങ്ങനെ ഗതാഗത വകുപ്പിനെ മെച്ചപ്പെട്ടതാക്കാം എന്ന നിർദ്ദേശങ്ങളും ഒപ്പം ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. രണ്ടുപേരെ അറിയാമല്ലോ. ഞങ്ങളുടെ പുതിയ സെക്രട്ടറി അനുപമ IAS, പ്രമോദ് KSRTC MD. ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന വലിയൊരു തീരുമാനമാണല്ലോ കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ കൊടുക്കുകയാണ്. അങ്ങനെ സ്ത്രീകൾ എന്ന പരിഗണനയല്ലാതെ അവരുടെ APL BPL സാമ്പത്തിക നിലവാരങ്ങളോ വയസ്സോ ഒന്നും മാനദണ്ഡമാക്കാതെ ആണ് ഈ സൗജന്യം കൊടുക്കുന്നത്. മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ആനുകൂല്യമെങ്കിൽ നമ്മൾ അതും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വാഹനത്തിൽ കയറി വരുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യം ലഭിക്കും. അതിന് പ്രത്യേകമായിട്ടുള്ള കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല. എന്നാൽ തൽക്കാലം നമ്മളിപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പൊ 3125 ബസ്സുകളാണ് നമ്മുടെ ഓർഡിനറി ബസ്സുകൾ നമ്മുടെ കയ്യിലുള്ളത്. ഭൂരിഭാഗം ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ് KSRTCയിൽ. ഇതിന്റെ ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നിർവഹിക്കും. സ്വാഭാവികമായും ആ സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. ഒരു യാത്രാ വാഹനമാണ്. അതൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ്സല്ല. അതൊരു റൂട്ടിൽ വേണ്ടി പോവും. അപ്പൊ അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു നിശ്ചിത ദൂരം വരെ പോകുന്നതായിരിക്കും. എന്തായാലും ഇത് വലിയ ബാധ്യത ഉള്ള നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷെ ആ ബാധ്യത KSRTCയുടെ ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഗവൺമെന്റ് അത് KSRTCക്ക് ഗ്രാന്റ് ആയിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 2 കോടിയിലധികം രൂപ ഒരു ദിവസം നമുക്ക് ചെലവ് വരും. അതിന് എന്തുമാത്രം ചെലവുകൾ വരും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. എന്തായാലും ഈ കയറുന്ന എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ടിക്കറ്റ് അവര് വാങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക് സൗജന്യം കിട്ടി, എന്തുമാത്രം ബാധ്യത നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും KSRTCയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരക്കിതര വരുമാനം, നോൺ ഫെയർ റവന്യൂ, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പരിശ്രമം നടത്തുന്നതായിരിക്കും. അതിന്റെ ഭാഗമായി നമുക്ക് കൂടുതൽ പരസ്യങ്ങൾ നൽകാം. പല അഭിപ്രായങ്ങളും വന്നിട്ട് ഇതിപ്പോ പരസ്യങ്ങൾ നിലവിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ പുതിയ ചില നിർദ്ദേശങ്ങളും ഇങ്ങോട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ ബസ് സ്പോൺസർ ചെയ്യാം. അത് ഞാൻ സ്വാഗതം ചെയ്യാണ്. ആരെങ്കിലും ബസ് വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. അതിന്റെ മൊഡാലിറ്റീസ് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. പരസ്യം നേരത്തെ തന്നെയുണ്ട്. മുൻ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഗ്രാമവണ്ടി എന്ന സങ്കല്പം അത് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്.
ഇപ്പൊ 58 ബസ് സർവീസ് മാത്രമാണ് ഗ്രാമവണ്ടി എന്ന രീതിയിൽ ലോക്കൽ ഗവൺമെന്റ് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. അത് തുടരും. അതൊരു 500 വാഹനങ്ങളെങ്കിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി വലിയ കാലതാമസമില്ലാതെ ഓടിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പോകളിലും ഡിപ്പോ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പോലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ MLA-മാരും MP-മാരും മുനിസിപ്പൽ ചെയർമാൻമാരും എല്ലാം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം ഉള്ള ഒരു കമ്മിറ്റിയെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതിനെല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് തരുന്നതാണ്. ഇതിനെക്കുറിച്ച് വിദഗ്ധന്മാരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനകം തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മാധ്യമങ്ങളിൽ കൂടെ അവർ എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് സാമ്പത്തികമായി നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ധനകാര്യപരമായിട്ട് ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾ നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, നമ്മുടെ ഇക്കോണമിക്ക് ഇത് ഗുണകരമായി തീരും എന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ സ്ത്രീകൾ സേവ് ചെയ്യുന്ന ഓരോ ചെറിയ തുകയും അവരുടെ മറ്റ് ചെലവുകളിലേക്ക് പോവുകയും അവരുടെ പ്രോട്ടീൻ ഡെഫിസിറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ മരുന്നിന്റെ, അവരുടെ രക്ഷാകർത്താക്കളുടെ മരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ഈ പണം തിരിഞ്ഞൊഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു കൂലി വർധനവാണ്. തൊഴിലിടങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്ന തൊഴിലാളി സ്ത്രീകൾക്ക് അവരുടെ കൂലിയിൽ ഒരു ക്രിട്ടിക്കൽ എമൗണ്ട് വർദ്ധിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏകദേശം കണക്കനുസരിച്ച് 15% മുതൽ 25% വരെ അവരുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമിക്കണം. എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യമായ അംഗീകാരം ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ വെറും ബാലൻസ് ഷീറ്റിന്റെ ലാഭനഷ്ട കണക്കിന്റെ കള്ളികളിൽ ചുരുക്കി കാണേണ്ട ഒരു നടപടിയല്ല. മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന റിയൽ വേജസ് വർദ്ധിക്കുന്ന ഒരു നടപടി കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇത് യാത്രാ സൗജന്യം എന്ന ഒരു ചെറിയ കള്ളിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ആകാശത്തിലേക്ക് ഇത് പറക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓർഡിനറി ഒരു സംശയമില്ല. ലിമിറ്റഡ് ഷോപ്പ് ഓർഡിനറിയിലുണ്ട്, സിറ്റി ഫാസ്റ്റിൽ ഇപ്പോ ഇല്ല. ഏനി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഇൻക്ലൂഡിങ് ഓർഡിനറി ആണെങ്കിലുണ്ട്. എത്ര എളുപ്പത്തിലാണ് നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് ഓർഡിനറിയിലാണ്. പിന്നീട് ഒരിക്കലും അങ്ങനെ അല്ലാതാവില്ല എന്ന് പറയാൻ ഞാനല്ല. അതിനെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഡീസൽ അടിക്കും, വണ്ടിയും പോവും. സംവിധാനം വിശദമായി അതായിരുന്നു ഞങ്ങളുടെ ഒരാഴ്ചത്തെ ജോലി. ചെയ്യും, തീരുമാനമായിട്ടുണ്ട്. അവരുമായിട്ട് നമ്മൾ പലരുണ്ട്. ഈ വിഷയത്തിലല്ല, പ്രൈവറ്റ് മേഖലയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് നടത്തുന്ന പത്രസമ്മേളനം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. നമ്മുടെ മാനിഫെസ്റ്റോയിലെല്ലാം, ഈ മാനിഫെസ്റ്റോയിലും ഇതിന്റെ മുന്നിലുള്ള മാനിഫെസ്റ്റോയിലും, അന്ന് സാന്ദർഭികമായി ഞാനാണ് അതിന്റെ കൺവീനർ, വളരെ വ്യക്തമായി പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് UDF ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളെ എല്ലാം സപ്പോർട്ട് ചെയ്യണം. അതിലൊന്നാണ് KSRTC. KSRTC ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നടത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പബ്ലിക് ട്രാൻസ്പോർട്ട് 10 വർഷം മുമ്പ്
30,000 ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 10,000-ന് താഴെയാണ്. 1/3 സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ഉണ്ടായിരുന്നു. ആ പ്രൈവറ്റ് ബസ്സുകളോട് ഒരു ശത്രുതയും ഇല്ല. അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്നു എന്നുള്ളതിൽ അവരോട് ബഹുമാനവും അവരോടൊരു ഇൻവെസ്റ്റർ എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണുള്ളത്. നേരത്തെ തന്നെ ഞാൻ അവരുമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ധാരാളം ബന്ധപ്പെടുന്നുണ്ട്. അവരവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ വണ്ടി വാങ്ങിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ വണ്ടി ഓടിക്കാനുള്ള ടാക്സ് കൊടുക്കുന്നുണ്ട്, ഡീസൽ അടിക്കുമ്പോഴും ടാക്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടാക്സ് പെയർ ആണ് അവര്. അതുകൊണ്ട് അവരോട് അവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് KSRTCക്കോ ഗവൺമെന്റിനോ ഇല്ല. ഒപ്പം തിരിച്ചും പാടില്ല. എല്ലാവരും ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് പോകാം. നമുക്ക് പൊതുഗതാഗതം, പബ്ലിക് ട്രാൻസ്പോർട്ട് ശക്തിപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളതാണ് നയം. അതിൽ ഇപ്പൊ ഒരു കമ്പനി അവരുടെ പരസ്യം വേണമെങ്കിൽ കൊടുക്കാം. ബസിന്റെ മുകളിൽ അവർ സ്പോൺസർ ചെയ്യണമെന്നുള്ള മാധ്യമ കമ്പനികൾക്ക് തന്നെ ഒരു ബസ് വാങ്ങിച്ചു തരാം. I think you are confused. You are saying entities can sponsor a bus. Yeah. So will they get something in return, or They may get a good advertisement on the bus. Yeah. Let them think. Let us discuss. The modalities are not completed. This is not meant for that announcement, but I shall tell you, these are the methods we are thinking about, right? We shall discuss. Yeah, that's a good question. Within 3 months. Because we have to understand what exactly is the impact of the new concession thing, right? don't need to Pardon? സ്ത്രീകൾ മാത്രമാണ്? എന്നൊന്നുമില്ല, അങ്ങനെ പറ്റില്ലല്ലോ. അത്രയും വണ്ടികളില്ല. പ്രിയദർശിനി അല്ല, ആദ്യത്തെ വണ്ടിയിൽ എല്ലാം ഓർഡിനറി. പക്ഷെ യാത്രക്കാർക്ക് സ്റ്റിക്കർ എല്ലാം ഉണ്ട്, അതെല്ലാം വരും. ഓർഡിനറി എന്ന് എഴുതിയ എല്ലാ ബസ്സിലും കയറാം, ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിലും. സിറ്റി ഫാസ്റ്റ് പറ്റില്ല, ഫാസ്റ്റിന് എഴുതി പറ്റില്ല. അത് ക്ലാരിഫിക്കേഷൻ തരാം. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇതാണ് തീരുമാനം. അല്ലാതെ എല്ലാ സ്ഥലത്തുനിന്ന് വണ്ടികൾ ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അത് ഏത് ഡിപ്പോയിലെ വണ്ടിയാന്നുള്ളത് യാത്രക്കാർ നോക്കേണ്ട ആവശ്യമില്ല. ഈ ആശ്രിത നിയമത്തിന്റെ ഫിസിക്കൽ ലാസ്റ്റാണ് തയ്യാറാക്കുന്നത്. 412 പേരെ വിളിച്ച് തയ്യാറാക്കിയെന്നാണ് ലഭിക്കുന്നവരും. പക്ഷേ ഇതുമായി നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റുമായി നമ്മുടെ PSC പരീക്ഷ നടത്തി യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ 1200 പേരുടെ ലിസ്റ്റ് ഉണ്ട്, കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ആശ്രിത നിയമം നടത്തുമ്പോൾ പ്രശ്നം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഈ സമ്മേളന തത്വങ്ങളിൽ അട്ടിമറിക്കപ്പെടും. ഒപ്പം തന്നെ 95 പേർ 100 പേരെ എടുക്കുമ്പോൾ അതിൽ 95 പേരെ PSC എടുക്കുന്നതാണ്. ബാക്കി 5 പേരെ മാത്രമേ ആശ്രിത നിയമനം നടത്താൻ പറ്റൂ. പക്ഷെ KSRTC ഇങ്ങനെ നീക്കം നടത്തുന്നത് സാധാരണ സീറ്റിന്റെ പോലെ ഒരാള് വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പിൻവാതിൽ നിയമത്തിനൊക്കെ പരസ്യമായി പല നിലപാടുള്ള ഒരാൾ. ആശ്രിത നിയമനം പിൻവാതിൽ നിയമനമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരാള് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ബസ് തീപിടിച്ചു, ആ ഡ്രൈവർക്ക് വേണമെങ്കിൽ ചെറിയ വാതിലിൽ കൂടെ ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവിടെ യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം മരിച്ചുപോയി, ബന്ധു മരിച്ചു, അപ്പൊ അയാളുടെ കുട്ടിക്ക് കൊടുക്കും. യെസ്.
ഇപ്പൊ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യും. യെസ്, ആ ക്വസ്റ്റ്യനോട് അവസാനിച്ചു. ബസ്സുകൾ ഒരേ ദിവസം ഒരേ മോഡൽ ബസ് വാങ്ങിയതിൽ പല റേറ്റുകളാണ്. ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് KSRTC അല്ല, നമുക്ക് ആലോചിക്കാം. ഇപ്പൊ അതിനനുസരിച്ചല്ല ഞാൻ പറയാം. ഞാൻ എടുത്ത തീരുമാനങ്ങളല്ലേ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് ഇപ്പൊ ഉള്ളതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിന്റെ നമ്പറിനെ കുറിച്ച് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതിന് കാര്യം എന്താ ഉള്ളത്? ആ സമയത്ത് ഒരു പത്രസമ്മേളനം വയ്ക്കുന്നതാണ്. No, it is not. It is not concerned. It is not our program, right? Pardon? എന്താ അവിടെ ചോദിച്ചു? കേട്ടില്ലല്ലോ. എന്റെ ഡിസ്കിൽ വരട്ടെ, ഇപ്പൊ പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ വരെ വന്നിട്ടില്ല. അല്ല, അത് CMD-യുടെ ഇത് എന്റെ പത്രസമ്മേളനമാണല്ലോ, അദ്ദേഹത്തോട് ചോദിക്കണ്ട കേട്ടോ. ഇപ്പൊ മിനിസ്റ്റർ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല, they are assisting me. അല്ല, അതൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. നിങ്ങളുടെയൊക്കെ സജഷൻസ് വെൽക്കം ചെയ്യാണ് ഞാൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കൊറിയർ സർവീസ് ഒന്നാണ്. അതുപോലെ തന്നെ ചില RTC-കളിൽ എനിക്ക് വ്യക്തമല്ല, ഗുഡ് സർവീസ് ഉണ്ടെന്ന് പറയുന്നു. കൊറിയർ അല്ല, ശരിക്കുള്ള ഗുഡ്സ് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, വിഴിഞ്ഞം വന്നിരിക്കുകയാണല്ലോ, ഇപ്പൊ ലോജിസ്റ്റിക്സ് തുടങ്ങിക്കൂടെ എന്നൊരു സജഷൻ ചോദിച്ചു. ഇതൊന്നും തീരുമാനമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇതുവരെ പരിചയമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഒരു KSRTC കേന്ദ്രത്തിന്റെ ഏറ്റവും അടുത്താണല്ലോ പോർട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ലോജിസ്റ്റിക്സ് തുടങ്ങിയാൽ അത് PPP മോഡിൽ ആടുകളുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് സജഷൻസ് വരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു തീരുമാനം വന്നതോടുകൂടി KSRTC എന്നുള്ളത് KSRTC-യിൽ യാത്ര ചെയ്യുന്നവരുടെ മാത്രം ഒരു കാര്യമായി ഇരുന്ന സ്ഥാനത്ത് നിന്ന് കേരള ജനതയുടെ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. അപ്പൊ അത് പൊതുഗതാഗതത്തെ ആകെ നമ്മൾ ആ രീതിയിൽ കാണാം. ഏത് ജില്ല പറഞ്ഞോളൂ. ഏത് ജില്ല പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ ചോദിച്ചോളൂ ഏതാണ്. എല്ലാ ജില്ലയും ഞാൻ വായിക്കും. ജില്ല യു ലൈക്ക്? കൊല്ലം വേണോ? പാലക്കാടാണ് അവിടെ നീണ്ടത്. 415. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആലപ്പുഴ ഞാനത് മുഴുവൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാലക്കാട് കുറച്ച് നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം. അതോടെ നിർന്നു. 122. നല്ലൊരു ചോദ്യമാണത്. ഇപ്പൊ അതില് ഞാനിപ്പോ മിനിസ്റ്ററായിട്ട് ഇപ്പൊ 1 മാസമായിട്ടില്ലല്ലോ. ഇവരെപ്പോഴുള്ള എക്സ്പേർട്ടുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഒരുപാട് റൂട്ടുകൾ. ഇപ്പൊ നമുക്കിതെല്ലാം ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് റൂട്ട് ഷെഡ്യൂള്, സർവീസ്, ഇതൊക്കെ ഇത്തിരി ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് റൂട്ടുകൾ വന്നിട്ടുണ്ട്. അതിപ്പോ അർബനൈസേഷൻ കൂടുന്തോറും പുതിയ റൂട്ടുകൾ വരും. പക്ഷെ കേരളത്തിൽ ഈ ഒരു 10-20 വർഷക്കാലം കൊണ്ട് അർബനൈസേഷൻ ഡബിൾ ചെയ്തു. ഡബിളല്ല, 3 ഇരട്ടിയായി. പക്ഷെ അർബനൈസേഷൻ ഡബിൾ ചെയ്തതിന്റെ കണക്കായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് റൂട്ടുകൾ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ഒരു റൂട്ട് റിസർച്ച് തന്നെ വേണം. നിങ്ങൾക്കൊക്കെ അതിൽ സഹകരിക്കാം. അപ്പൊ ലോക്കൽ ഗവൺമെന്റുകളെയും കൂടെ നമ്മളതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ റൂട്ടുകൾ ഉണ്ടാക്കണം. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സ്ഥാപനം വരുന്നത് ഇപ്പൊ നമ്മുടെ ടെക്നോ പാർക്കിലേക്ക് പോകുന്നൊരു
പണ്ടൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നല്ലോ. അപ്പൊ ആ റോഡും ആ റൂട്ടും നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പൊ ടെക്നോ പാർക്കിന്റെ അകത്തേക്ക് ഒരു വണ്ടി പോകുമെങ്കിൽ അതൊരു റൂട്ടാണ്. ഇവിടെ പല പല പേരുള്ള കെട്ടിടങ്ങളുണ്ടല്ലോ, ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നെടുമങ്ങാടിന്റെ തന്നെ കിഴക്കൻ ഭാഗങ്ങളിൽ പണ്ടൊന്നും ബസ് പോവാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പല പല എക്സ്പെർട്ടുകൾ ഇപ്പൊ എന്നെ വന്ന് കണ്ടു. അത് രാത്രി കാലത്തുള്ള ലുമിനോസിറ്റി, എന്റെ വെളിച്ചം നോക്കിയിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ എവിടെയുള്ള അതിന്റെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് നോക്കിയിട്ട് നമുക്ക് അർബനൈസേഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് റൂട്ട് ഇടാൻ പറ്റും. അങ്ങനെ നമ്പർ ഓഫ് തിങ്സ്. അപ്പൊ ആള് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പുതിയ റൂട്ടുകളൊക്കെ കണ്ടുപിടിക്കണം. ആ റൂട്ടുകളിലേക്ക് സർവീസുകൾ ഇടണം, അതിന്റെ ഷെഡ്യൂളുകൾ തയ്യാറാക്കണം. അതിനു വേണ്ടി വന്നാൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ AI സഹായങ്ങൾ പോലും നേടാമെന്നാണ് പലരും പറയുന്നത്. ഞാനതിലൊരു എക്സ്പെർട്ട് അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. KSRTCയിൽ സൗജന്യ യാത്ര ലഭിച്ചാൽ അത് വനിതകൾക്ക് മാത്രമല്ല നാടിനും വളരെ ഗുണപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല എന്ന് ഊന്നി പറയുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണവും ഒപ്പം കേരളത്തിൻ്റെ ഇന്നുവരെ മലയാളികൾ ചിന്തിച്ചിരുന്ന KSRTCയുടെ ഭാവം മാറ്റി പുതിയൊരു തലത്തിലേക്ക് KSRTCയെ എത്തിക്കും എന്ന അദ്ദേഹത്തിൻ്റെ ആ ദൃഢനിശ്ചയത്തെ നാം പ്രശംസിക്കണം. എന്തായാലും നല്ലൊരു KSRTC ഉണ്ടാകട്ടെ, ഒപ്പം കേരളവും വളരട്ടെ.